എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള പരീക്ഷ, അവിടെ ജോലി കിട്ടാനായിട്ടുള്ള IELTS പരീക്ഷ പലതവണ എഴുതിയിട്ടും പാസ്സായില്ല. OET പരീക്ഷ എഴുതി, അത് കഴിഞ്ഞിട്ട് അതും പാസ്സാകാത്ത ഒരു സഹോദരി വലിയ ദുഃഖത്തിലും പ്രയാസത്തിലും എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. കുറച്ചു കാലം കേരളത്തിന് പുറത്തും കുറച്ചു കാലം കേരളത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് നേഴ്സായിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, വിവാഹിതയാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ വിദേശത്ത് പോയി കുറച്ച് ജോലി ചെയ്ത് എൻ്റെ കുടുംബത്തെ സഹായിച്ചിട്ടേ വിവാഹം കഴിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ അതുവരെ ആ സഹോദരി കാര്യമായി ശ്രദ്ധിച്ചൊന്നുമില്ല. ഞാൻ അവരുടെ മുഖത്ത് നോക്കി സംസാരിച്ച് കഴിഞ്ഞിട്ട് അവർ അവിടെ ഇരിക്കാൻ ഞാൻ പറഞ്ഞു. ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചത്. വളരെ മോശമായ വസ്ത്രധാരണമാണ് ആ സ്ത്രീയുടേത്. അപ്പോൾ അമ്മയും കൂടെ ഇരിപ്പുണ്ട്. അമ്മ എടുത്ത് വായിക്ക് എന്നോട്, അമ്മ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. അമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ഈ മകൾക്ക് വിദേശത്തേക്ക് പോകാനായിട്ടുള്ള തടസ്സമായിട്ട് നിൽക്കുന്നത് അവളുടെ ജീവിതക്രമങ്ങളിൽ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഈ മകൾ പൊട്ടിത്തെറിച്ച് പറഞ്ഞു, ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. എൻ്റെ ഈ വസ്ത്രധാരണം തന്നെ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, വളരെയേറെ മോശമായ രീതിയിലുള്ള ഒരു വസ്ത്രധാരണം, മറയ്ക്കേണ്ട ശരീരഭാഗം മറയ്ക്കാതെയുള്ള ഒരു വസ്ത്രധാരണ ശൈലിയാണ് ഈ മകൾക്കുള്ളത്. പെട്ടെന്ന് ഞാൻ ഒറ്റ ഒരു ചോദ്യം ചോദിച്ചുള്ളൂ, ഇത് തെറ്റല്ല, ഇത് പാപമല്ല, ഇത് മോശമല്ല എന്നാണോ സഹോദരി ചിന്തിക്കുന്നത്? പെട്ടെന്ന് അവൾ കുറച്ചേരം ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് എന്നോട് ചോദിച്ചു, എൻ്റെ ഈ മനോഹരമായ ശരീരം ഞാനിങ്ങനെയുള്ള വസ്ത്രധാരണം വഴി മറ്റുള്ളവരുടെ മുമ്പിൽ മനോഹരമായി അവതരിപ്പിക്കുന്നതിൽ എന്താ തെറ്റ്? നിങ്ങളൊക്കെ അല്ലേ ധ്യാനിപ്പിക്കുന്നത് ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന്. ദൈവത്തിൻ്റെ ആലയത്തെ മനോഹരമാക്കണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു, മനോഹരമായി സൂക്ഷിക്കുക എന്ന് പറയുന്നതും അടക്കക്കുറവായ വസ്ത്രധാരണത്തിൽ അതിനെ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ഇത് എക്സിബിഷനിസം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയും കൂടിയാണത്. എൻ്റെ മറയ്ക്കേണ്ട ശരീരഭാഗങ്ങളെ മറ്റുള്ള മുമ്പിൽ അവതരിപ്പിച്ചിട്ട് അവരെ എന്നിലേക്ക് ആകർഷിക്കുക. എന്തിനു വേണ്ടി? എന്തിനാണ് അവരെ എന്നിലേക്ക് ആകർഷിക്കേണ്ടത്? എന്നിലുള്ള ദൈവികമായ സാന്നിധ്യവും ശക്തിയും സ്വഭാവമല്ലേ മറ്റുള്ളവരിലേക്ക് ആകർഷിക്കേണ്ടത്? എങ്കിലല്ലേ അതുകൊണ്ട് അവർക്ക് പ്രയോജനമുണ്ടാകുള്ളൂ. എൻ്റെ ജഡത്തിലേക്കാണ് അവർക്ക് ആകർഷണം വരുന്നതെങ്കിൽ അവർ നിൻ്റെ ശരീരം കണ്ടിട്ട്, അല്ലെങ്കിൽ നീ മോശമായ വസ്ത്രം ധരിക്കുമ്പോൾ നിൻ്റെ ശരീരം കണ്ടിട്ട് ജഡിക ദുർവികാരങ്ങളും ആഗ്രഹങ്ങളും അവർ മനസ്സുകൊണ്ട് നീയുമായിട്ടുള്ള തെറ്റ് ചെയ്യുന്ന ഒരവസ്ഥയും സംജാതമാകുമ്പോൾ അത് പിന്നീട് അവന് പാപകരമായിട്ടുള്ള സ്വഭാവത്തിലേക്ക് നയിക്കാൻ കാരണമാകുന്നെങ്കിൽ, കണ്ണുകളെ നിയന്ത്രിക്കാൻ വയ്യാത്ത ഒരുവനാണിത് കാണുന്നതെങ്കിൽ, അവൻ്റെ ഇടർച്ചയ്ക്ക് കാരണം നീയാണെങ്കിൽ നിന്നെക്കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്ന വചനം ഇതാണെന്ന് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ചയ്ക്ക് കാരണം കൊടുക്കുന്നതിൽ നല്ലത്. അപ്പോൾ അവൾ എന്നോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നോട് തിരിച്ച് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതേ രീതി വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങളിത് നോക്കുന്നത്? അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നോക്കുക എന്ന് പറയുന്നത് കാണുക എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ഒരു വസ്തുവിലേക്ക് എൻ്റെ ഫോക്കസ്, കണ്ണിൻ്റെ ഈ ഫോക്കസ് തിരിക്കുന്നു, അതാണ് നോട്ടം. അതേ വശത്ത് ദൃഷ്ടിഗോചരമാകുന്നതല്ല, ആ കണ്ണിൻ്റെ കാഴ്ചയിൽപ്പെടുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ട്. കാണുക എന്ന് പറയുന്നത് നോക്കുക എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. അപ്പോൾ നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ അയാളുടെ മുഖത്തേക്ക് നോക്കുക. ശരീരം മുഴുവൻ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കിയത് കൊണ്ടാണ് അമ്മ പറഞ്ഞപ്പോഴും ശ്രദ്ധിച്ച് ഇവിടെ വസ്ത്രധാരണം മോശമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞു, നിന്നെ ഇങ്ങനെ കണ്ടതുകൊണ്ട് എനിക്കെന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടല്ല മോളെ നിന്നോട് പറയുന്നത്. ഇക്കാര്യത്തിൽ ചെറിയവരായിട്ടുള്ളവരുണ്ട്. എന്നിട്ട് ഞാൻ ഈ വചനം പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, 18-ാം അധ്യായത്തിൻ്റെ 6-ാം വചനത്തിൽ, ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്ത് തിരികല്ല് കെട്ടി ആഴക്കടു താഴ്ത്തപ്പെടുകയാണ്. ചെറിയവരാരാണ്? ഒരു സ്ത്രീയെ കണ്ടാൽ മോശമായ വികാരങ്ങൾ, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ ഉണ്ടാകുന്നു, ജഡിക ദുർവിചാരങ്ങൾ ഉണ്ടാകുന്ന അവർ അങ്ങനെ വൈകാരിക പക്വതയില്ലാത്ത ഈ വ്യക്തികളെക്കുറിച്ച് ഈശോ പറഞ്ഞ് ചെറിയവരെന്ന്. അല്ലാണ്ട് വലുപ്പത്തിൽ ചെറിയവർ അല്ല, വലുപ്പമില്ലാത്ത ആളെന്നല്ല. ഈ വൈകാരികതയിൽ, ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ, ആത്മീയ അഭിഷേകത്തിന് വേണ്ടത് സ്വീകരിക്കുന്ന കാര്യത്തിലൊക്കെ
കുഴപ്പങ്ങളുള്ളവരുണ്ട്, ചെറിയവരായിട്ടുള്ളവരുണ്ട്. അവർക്ക് ഇടർച്ചയ്ക്ക് കാരണം കൊടുക്കുന്ന നീയാണോ? നീ അതിന് ഉത്തരവാദിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നീ ഈ ആഴ്ചത്തെ ധ്യാനം ഇവിടെ കൂട്, അടുത്ത ഞായറാഴ്ച ഉള്ള ധ്യാനം ഇവിടെ കൂട്, എന്നിട്ട് തമ്പുരാൻ്റെ വചനം കേൾക്ക്. അപ്പോൾ തമ്പുരാൻ്റെ വചനം മറ്റേ ആഴ്ചയിൽ ആ മകൾ കേട്ടപ്പോൾ ഇവിടെ വചനം പ്രസംഗിച്ചിരുന്ന ഒരു സഹോദരി പ്രസംഗിച്ച എന്നോട് പറഞ്ഞത്, അന്ന് എന്നോട് പറഞ്ഞ ആരാന്ന്, പക്ഷെ ഇപ്പം ഞാൻ ഓർക്കുന്നില്ല പേര്, ഒരു സഹോദരിയുടെ പ്രസംഗത്തിൽ ശരീരത്തെ മാനം മര്യാദയായിട്ട് സൂക്ഷിക്കുന്ന കാര്യത്തിൽ, ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള കാര്യത്തിൽ ആ മകൾ കുറേ സാക്ഷ്യങ്ങൾ പറഞ്ഞു, അനുഭവങ്ങൾ പറഞ്ഞു. മോശമായ വസ്ത്രധാരണം ഉണ്ടായിരുന്ന ഒരു സമയത്തുണ്ടായിരുന്ന ഒരു കുഴപ്പം ഇപ്പം അതിന് വിപരീതമായ അവസ്ഥയിലുണ്ടാകുന്ന കുഴപ്പമൊക്കെ വിപരീതമായ സാഹചര്യത്തിലുള്ള നന്മകളൊക്കെ പറഞ്ഞപ്പോൾ ഈ മകൾക്ക് അതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം വസ്ത്രധാരണ ശൈലിയെല്ലാം മാറ്റി. അതിനു മുമ്പ് ഈ സ്ത്രീ എന്നും ധരിച്ചു വച്ചിരുന്നത് പുരുഷന്മാരെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ് ദൈവം എനിക്ക് സൗന്ദര്യം തന്നിരിക്കുന്നത്. ഇത് ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്താഗതിയാണ്. അങ്ങനെ നമ്മുടെ ശരീരം പ്രദർശിപ്പിച്ച് അവരെ ആകർഷിച്ചാൽ അവർ ആസ്വദിക്കാൻ വിട്ടുകൊടുത്ത് എന്താ തെറ്റെന്ന് പരസ്യമായിട്ട് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ടെലിവിഷനിൽ ഒരു സഹോദരി പരസ്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന മടിയില്ലാത്ത ഒരു കാലഘട്ടം കൂടിയാണിത്. ഏതായിരുന്നാലും ഈശോ പറയുന്നത് അത് മാരകമായ പാപമാണെന്നാണ്. അവർ മറ്റൊരു ഇടർച്ചയ്ക്ക് കാരണം കൊടുക്കുന്നത് നല്ലത്, കഴുത്തിൽ തിരികല്ല് കെട്ടി ആഴക്കഴ താഴ്ത്തപ്പെടുകയാണ് നല്ലതെന്ന് പറയുമ്പോൾ അത്ര ഭീകരമാണ് ആ പാപമെന്നാണ് ഈശോ പറഞ്ഞത്. പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്, എന്നാൽ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം. പ്രലോഭന ഹേതുവാകുന്നതിന് ദുരിതം മാത്രമല്ല, ആ സഹോദരി അന്ന് ആ ധ്യാനം കൂടിക്കഴിഞ്ഞ് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ് ഈ 1-2 വചനങ്ങളിൽ ചങ്കിൽ തറച്ചതുപോലെ കയറുന്നാണ് പറഞ്ഞത്. ഞാനത് ആരാധനയുടെ അവസരത്തിൽ വചനം പറഞ്ഞിരുന്നു. അവളിതെല്ലാം എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു. ആ ധ്യാനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ മകൾ പിന്നെ OET പരീക്ഷയ്ക്ക് പാസ്സാവുകയും വിദേശ രാജ്യത്ത് ജോലിക്ക് പോവുകയും, ഞാൻ അവിടെ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഞാൻ OET പരീക്ഷ പാസ്സായി കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞ ഉടനെ എൻ്റെ കല്യാണം നടന്നു. ഞാനും അതിനുശേഷം ഭർത്താവ് ഇപ്പോൾ എൻ്റെ കൂടെ ഇവിടെയുണ്ട്, ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട്. ശരീരത്തിൻ്റെ പവിത്രത എന്താണെന്ന് ഞങ്ങൾക്ക് ആ ധ്യാനത്തിൽ എനിക്ക് മനസ്സിലായത്. എൻ്റെ ഭർത്താവിൻ്റെ അടുക്കൽ ഞാൻ ഈ കാര്യങ്ങൾ കല്യാണത്തിന് മുമ്പ് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഇതൊരു കണ്ണു തുറപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാനും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്, പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ നിൻ്റെ ഈ ഷെയറിങ് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് എല്ലാ സ്ത്രീകളും കേട്ടിരിക്കേണ്ട കാര്യമാണെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വഴി ഒരാൾക്ക് ഇടർച്ച കൊടുക്കാതിരിക്കാൻ, നാം പാപഹേതുവാകാതിരിക്കാൻ നമ്മളുടെ നടപടിയോ പെരുമാറ്റമോ സംസാരമോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും വസ്ത്രധാരണ ശൈലിയോ വേറൊരാൾക്ക് പാപഹേതുവാകാതിരിക്കാൻ നമുക്ക് തീരുമാനമെടുക്കാം. നമ്മുടെ ശരീരം ദൈവാലയമാണെന്നുള്ള ബോധ്യത്തിൽ, ഈ ശരീരമാകുന്ന ദൈവാലയത്തിൽ നമ്മുടെ ആത്മാവസക്രാൻ ദൈവം വസിക്കുന്നുണ്ടെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാൻ തീരുമാനമെടുക്കുക. ഈശോയെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്കും ഈ തിരുവചനത്തിൻ്റെ ജീവനും പ്രകാശവും ശക്തി അയക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.